നമസ്കാരം. അങ്ങനെ ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം ഇന്ന് അരങ്ങേറുകയാണ്. ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ഇന്ന് രാത്രി 8 മണിക്ക് നമുക്ക് ടെലിവിഷൻ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരുന്ന എന്ന് പറയുന്നതിന് ഒരു കാരണവുമുണ്ട്. കാരണം ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ലോക കായിക ഭൂപടത്തിൽ അത്ര വലിയ പ്രചാരമില്ലാത്ത ഒരു കായിക ഇനമാണ്. ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഏറിയ പങ്കും ഈ ക്രിക്കറ്റിന് പ്രചാരമുള്ളത്. മറ്റ് യൂറോപ്പിലോ മറ്റോ കാര്യമായ പ്രചാരം ഇല്ല. ഇപ്പോൾ വളർന്നു വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഫുട്ബോളിനെ അപേക്ഷിച്ച് താരതമ്യേന അത്ര ലോകപ്രിയമായ ഒരു കായിക ഇനമല്ല ക്രിക്കറ്റ്. പക്ഷേ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം ക്രിക്കറ്റ് ഒരു ജ്വരമാണ്. അപ്പോൾ അത്തരത്തിൽ ക്രിക്കറ്റിനെ ഭ്രാന്തമായി സ്നേഹിക്കുന്നവർക്ക് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം എന്ന് പറയുന്നത് അത് എന്താ പറയുക, ഈ സദ്യ കഴിഞ്ഞ് പ്രഥമൻ കഴിക്കുന്നത് പോലെ പ്രിയപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം രണ്ട് രാജ്യങ്ങളും തമ്മിൽ പരമ്പരാഗത ശത്രുക്കളാണ്. ആ ഒരു വൈരം ക്രിക്കറ്റ് വേദിയിലേക്കും വരുന്നു. ക്രിക്കറ്റ് ആ രണ്ട് ടീമുകളിലെയും ടീമംഗങ്ങൾ തമ്മിൽ വ്യക്തിഗതമായി പോലും ആ ഒരു വൈരാഗ്യം നിലനിർത്തുന്നു. അപ്പോൾ വീറും വാശിയും ഏറിയ ഒരു മത്സരം കാണാം. അത് ക്രിക്കറ്റിൻ്റെ ഒരു സൗന്ദര്യപ്രദമായ ഒരു കാഴ്ച കൂടിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ക്രിക്കറ്റ് പ്രേമികളെല്ലാം ഇതിൽ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ കാലത്ത് ഈ ഒരു കളി എന്നതിനപ്പുറം അതൊരു രാഷ്ട്രീയ പോരായി മാറി എന്നുള്ളതാണ് വസ്തുത. അതിന് കാരണങ്ങളുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അത്ര സുഖകരമല്ല. മുൻപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ക്രിക്കറ്റ് നയതന്ത്രം എന്ന ഉപാധി ഉപയോഗിച്ച് ആ ഒരു പിണക്കം പരിഹരിക്കാനായിട്ട് പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അങ്ങനെ ക്രിക്കറ്റ് നയതന്ത്രം എന്ന സംഗതി ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത രണ്ട് രാജ്യങ്ങൾ കൂടിയാണ് ഇന്ത്യയും പാകിസ്ഥാനും. പക്ഷേ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും പങ്കെടുക്കുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഈ മത്സരം അതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. ഈ മത്സരം ഉപേക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിന് കാരണവുമുണ്ട്. ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് കഷ്ടിച്ച് 4-5 മാസമേ ആയിട്ടുള്ളൂ. ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ തീവ്രവാദികൾ കടന്നു വന്ന് നിരപരാധികളായ 26 പേരെ കൊന്നു തള്ളിയ സംഭവം. മതം നോക്കി കൊന്നു. അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ആ കൊല്ലപ്പെട്ട ആ 26 പേരുടെ ചോര ഉണങ്ങുന്നതിന് മുൻപ് ഒരു ക്രിക്കറ്റ് മാമാങ്കത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്നു. അതായത് ഒരു ഉത്സവം, ഒരു ആഘോഷ പ്രതീതിയുള്ളൊരു സംഭവം. രാജ്യം ഒന്നടങ്കം ഒരു ഭീകരാക്രമണത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും മുക്തമാകാത്ത ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ വേദന അതിപ്പോഴും രാജ്യം അതിൻ്റെ മുറിപ്പാടുകൾ ഇപ്പോഴും നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്രിക്കറ്റ് മാമാങ്കം, ക്രിക്കറ്റ് ലഹരി, ഒരു ആഘോഷ രാവ് അത് ഇന്ത്യക്കിപ്പോൾ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്നാൽ അവർക്ക് കൃത്യമായ മറുപടിയും ഭരണപക്ഷത്തുള്ള BJP കൊടുക്കുന്നുമുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷത്ത് ഇപ്പോൾ ശിവസേന, കോൺഗ്രസ്, അതേപോലെ AIMIM തുടങ്ങിയ കക്ഷികളൊക്കെയാണ് ഈ ക്രിക്കറ്റിനെതിരെ ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരം ഇപ്പോൾ നടക്കേണ്ടതില്ല, അത് റദ്ദാക്കപ്പെടണം എന്ന നിലപാടുമായി രംഗത്ത് വന്നേക്കുന്നത്. അതിൽ ശിവസേന ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ, അതിന് എന്താണ് മറുപടി നൽകുക എന്നുള്ള കാര്യം ഇപ്പോൾ അറിയില്ല ഭരണപക്ഷം. അതാണ് വാസ്തവം. കാരണം BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ബ്ലഡ് ആൻഡ് വാട്ടർ, രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നുള്ള പുതിയ ഒരു നയതന്ത്ര പ്രഹരം പാകിസ്ഥാന് കൊടുത്ത ആ ഒരു സമയത്ത് നമ്മൾ ഇപ്പോൾ ദേശഭക്തിയും ക്രിക്കറ്റും അല്ലെങ്കിൽ ഭീകരവാദവും ക്രിക്കറ്റും എങ്ങനെയാണ് ഒരുമിച്ച് പോകുക എന്നുള്ളതാണ് ശിവസേന ചോദിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അല്ലെങ്കിൽ പ്രതിഷേധം ശിവസേനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അവർ പറയുന്നത് ഇത്തരത്തിൽ പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത് ഒരു നാണം കെട്ട ഏർപ്പാടാണ്. ഇതിൻ്റെ ധാർമ്മികത എന്തെന്ന് BJP വ്യക്തമാക്കണം. അതോടൊപ്പം തന്നെ ലാഭം മാത്രം ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൊരു മത്സരത്തിന് ഇന്ത്യ തയ്യാറാകുന്നത് എന്നുള്ളത്. അതായത് പണം, സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ടുള്ള ഏർപ്പാടാണ് എന്നുള്ളതാണ്. അവിടെ ദേശ താല്പര്യം, ദേശസ്നേഹമൊക്കെ ബലികഴിക്കപ്പെടുന്നു എന്നുള്ളതാണ് ശിവസേനയുടെ ആരോപണം. അവർ ചില പ്രതിഷേധ പരിപാടികളും അവർ സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് മഹാരാഷ്ട്രയിൽ നിന്ന് എല്ലാ വീടുകളിൽ നിന്നും സ്ത്രീകളുടെ സിന്ദൂരം ശേഖരിച്ച് അത് പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതിഷേധ പരിപാടി. അതേപോലെ സിന്ദൂർ രക്ഷാ അഭിയാൻ എന്ന പേരിൽ ഒരു പ്രതിഷേധ പരിപാടിയും ഈ ശിവസേന സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് താക്കറെ വിഭാഗം അവർ സംഘടിപ്പിക്കുന്നുണ്ട്. അവർ ഇക്കാര്യത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ബജരംഗ് ദളിൻ്റെയും RSSൻ്റെയൊക്കെ നിലപാടും അവർ ചോദിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ പ്രതികരണം എന്നുള്ളത്.
അതേപോലെ കോൺഗ്രസും സമാനമായ ഒരു പ്രതികരണമാണ് നടത്തുന്നത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വൈരം അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു കലുഷിതമായ സാഹചര്യത്തിൽ രണ്ട് ടീമുകളും തമ്മിൽ, രണ്ട് രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ ഇത്തരത്തിലൊരു മത്സരം നടത്തുന്നത് യോജിച്ച സംഗതിയല്ല എന്നുള്ളതാണ് അവരുടെയും നിലപാട്. ഇപ്പോൾ നിലവിൽ ഈ ബോയ്ക്കോട്ട് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് എന്ന രീതിയിൽ വലിയ പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതികരണം ആ മത്സരവേദിയിലും ദൃശ്യമാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ അതിന് മുന്നോടി തന്നെ വലിയ ആവേശവും ആരവവും ഉയരാറുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ത്യൻ താരങ്ങൾ അവിടെ പരിശീലനത്തിൽ ഇറങ്ങിയപ്പോൾ, അബുദാബിയിലാണ് മത്സരം നടക്കുന്നത്, അവിടെ ഒഴിഞ്ഞ ഗാലറി ആയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതേപോലെ ക്രിക്കറ്റ് താരങ്ങളെല്ലാവരും തന്നെ വലിയ വദനരായിരുന്നു. അതായത് ഇതിൻ്റെ ഒരു പ്രഷർ, ഇതിൻ്റെ ഒരു സമ്മർദ്ദം ക്രിക്കറ്റ് താരങ്ങളെയും ബാധിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ടിക്കറ്റ് വിൽപ്പനയിലും ഇത് വലിയ രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. സാധാരണ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ കാണാനായിട്ട് VVIPകൾ നിരനിരയായിട്ട് ക്യൂ നിന്ന് ടിക്കറ്റ് വാങ്ങുന്നതാണ് പതിവ്. അത്തരം VVIP ഗാലറികൾ നിറഞ്ഞു കവിയാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ 1,67,000 വിലയുള്ള അല്ലെങ്കിൽ 4 ലക്ഷം രൂപ വിലയുള്ള പ്രീമിയം ടിക്കറ്റുകളൊന്നും വാങ്ങാൻ ആളില്ല. പലതും ഒഴിഞ്ഞു കിടക്കുന്നു. ഓൺലൈൻ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇപ്പോഴും അത് വേക്കൻ്റ് ആണ്, ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ സാധാരണക്കാരുടെ, അതായത് ഏറ്റവും കുറഞ്ഞ തുകയ്ക്കുള്ള ഗാലറി ടിക്കറ്റുകളൊക്കെ പതിവ് പോലെ വിറ്റഴിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. ഏതായാലും ഈ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം അതിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാകാൻ കാരണം പല പാകിസ്ഥാൻ താരങ്ങളും ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുത്തു. അതിൽ 2 താരങ്ങൾ, അത് ഒന്ന് ഫഹീം അഷ്റഫ്, ഒന്ന് അബ്രാർ അഹമ്മദ്, ഈ 2 താരങ്ങൾ പരസ്യമായി ഇന്ത്യ അധിക്ഷേപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്രചരണം നടത്തിയവരാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഈ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ കൂടെ ഈ ഏഷ്യ കപ്പ് കളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവരടങ്ങുന്ന ടീമിനെതിരെ ഇന്ത്യ കളിക്കണമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. നേരത്തെ ഇന്ത്യയുടെ വെറ്ററൻ താരങ്ങൾ ഇത്തരത്തിൽ ഷഹീൻ അഫ്രീദി, ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ പരസ്യമായ നിലപാടെടുത്ത ഷഹീൻ അഫ്രീദി ടീമിലുള്ളതിൻ്റെ പേരിൽ വെറ്ററൻ താരങ്ങൾ ഒരു 2020 ടൂർണമെന്റിൽ നിന്നും പാകിസ്ഥാനെതിരെയുള്ള 2 മത്സരങ്ങൾ, ഒന്ന് ലീഗ് റൗണ്ടിലും ഒന്ന് സെമി ഫൈനലിലും മത്സരം ഉപേക്ഷിച്ച് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അപ്പോൾ അതേ മാതൃകയിൽ ഇന്ത്യയും ഈ മത്സരം ബോയ്ക്കോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ആവശ്യം. പക്ഷേ നമുക്കറിയാമല്ലോ, ഇതിൽ ഏറിയ പങ്കും ഈ സാമ്പത്തിക താല്പര്യങ്ങളാണ് ഇത്തരം മത്സരങ്ങൾ, ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ നിശ്ചയിക്കപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം. നിലവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 2 ടീമുകളും തമ്മിലുള്ള സീരീസുകൾ അല്ലെങ്കിൽ ഉഭയകക്ഷി മത്സരങ്ങൾ, അത് ഇന്ത്യ സർക്കാരിൻ്റെ നിലപാട് അനുസരിച്ച് അത് ഇപ്പോൾ നടക്കുന്നില്ല. പക്ഷേ ICC അല്ലെങ്കിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഇത് ബോധപൂർവം ഇന്ത്യയും പാകിസ്ഥാനെയും 2 പേരും തമ്മിലുള്ള മത്സരം അവരുടെ ടൂർണമെന്റുകളിൽ അത് ഫിക്സ്ചർ, മത്സരക്രമം അത്തരത്തിൽ നിശ്ചയിക്കാറുണ്ട്. അതിൻ്റെ കാരണം ഇതേപോലെ വൻ രീതിയിലുള്ള വമ്പൻ സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ടാണ്. കാരണം വലിയ പ്രേക്ഷക പ്രീതി, വലിയ പ്രേക്ഷക പങ്കാളിത്തം ഇതിനുണ്ടാകും. അത്തരത്തിൽ കുമിഞ്ഞുകൂടുന്ന കോടികൾ നോട്ടമിട്ടാണ് ഇത്തരത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. 2025 ചാമ്പ്യൻസ് ട്രോഫി, അതായത് കഴിഞ്ഞ ഫെബ്രുവരിയിലോ മറ്റോ ആണ് ആ മത്സരം നടന്നത്. അത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം ഈ TV സാറ്റലൈറ്റ് ചാനലുകൾക്ക് കൊടുത്തത് 26 ബില്യൺ ഡോളറിൻ്റെ വാച്ച് ടൈമാണ്. അതായത് അത്രയും കോടി രൂപയുടെ ബിസിനസ് അത് സംബന്ധിച്ച് അവർക്ക് നടന്നു എന്നാണ് പറയുന്നത്. പിന്നെ 3 ICC ഈവൻറ്റുകളിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ അത് വിറ്റുപോയത് 1400 കോടി രൂപയ്ക്കാണെന്നും പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. വൻ സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. 2012 അവസാനം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഒരു ക്രിക്കറ്റ് മത്സരത്തിനായിട്ട് വന്നത്. അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ഉണ്ടായിട്ടേ ഇല്ല. ഇവിടെ നമ്മുടെ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടും പ്രസക്തമാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ സർക്കാർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു പാകിസ്ഥാനുമായി നയതന്ത്ര ബന്ധങ്ങളില്ല, ഉഭയകക്ഷി ബന്ധങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഒരു കായിക ഇനവും ഒരു കായിക താരവും പാകിസ്ഥാനുമായിട്ടോ അല്ലെങ്കിൽ അവർ ഇങ്ങോട്ടോ വന്ന് മത്സരങ്ങൾ നടത്തേണ്ടതില്ല. പക്ഷേ വലിയ ടൂർണമെന്റുകളിൽ, അതിപ്പോൾ ഒളിമ്പിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെ കാര്യത്തിൽ ലോകകപ്പ്, അതേപോലുള്ള മത്സരവേദികളിൽ പങ്കെടുക്കുന്നതിൽ എതിർപ്പില്ല എന്നുള്ളതാണ് നിലപാട്. പക്ഷേ ഇവിടെ BCCI അത് ഒരു സ്വകാര്യ സ്ഥാപനമാണ്. ചാരിറ്റി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സ്വകാര്യ സ്ഥാപനമാണ് BCCI. അവർക്ക് വേണമെങ്കിൽ സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾക്ക് അതീതമായി വേണമെങ്കിൽ നിലപാടുകൾ എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം അവരൊരു പരമാധികാര സംഘടനയാണ്.
ICC അത്തരത്തിൽ നിഷ്കർഷിക്കുന്നുമുണ്ട്. ഈ അതാത് രാജ്യങ്ങളുടെ ക്രിക്കറ്റ് ബോർഡുകൾ രാഷ്ട്രീയത്തിന് അപ്പുറത്തായിരിക്കണം, അല്ലെങ്കിൽ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാകണം. നേരത്തെ സിംബാബ്വേക്കെതിരെയൊക്കെ അവർ നടപടിയെടുത്തത് ഈ കാരണത്താലാണ്. അപ്പോൾ ഇവിടെ നിലവിൽ BCC അത്തരത്തിലൊരു സ്വതന്ത്ര സ്ഥാപനമാണ്. പക്ഷേ കഴിഞ്ഞ ഇടയിൽ ഒരു കുറച്ച് നാൾ മുമ്പ് നമ്മുടെ രാജ്യം നാഷണൽ സ്പോർട്സ് ഗവർണൻസ് ബിൽ എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്ന് BCCIയെയും അതിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. അപ്പം നിലവിൽ BCCI നമ്മുടെ വിവരാവകാശ നിയമപ്രകാരം BCCIയും അതിന് ബാധ്യതപ്പെട്ടവരാണ്. ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതിയിൽ ഒരു ഹർജി വരെ പോയിട്ടുണ്ട്. കാരണം ഈ BCCIയെ നമ്മുടെ കായിക മന്ത്രാലയത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണം, അങ്ങനെ സർക്കാരിൻ്റെ നയപരിപാടികൾ എന്താണോ അത് നടപ്പിലാക്കാൻ BCCI നിർബന്ധിതമാകണം എന്നുള്ള രീതിയിൽ ഒരു ഹർജിയും സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി ഇത് അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് അക്കാര്യത്തിലുള്ളൊരു തീരുമാനമെന്ന് അറിയില്ല. ഏതായാലും ഇന്ത്യ-പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം അത് ഇന്ന് രാത്രി 8 മണിക്ക് നടക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ മത്സരം അവസാനിച്ചാലും തുടരും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ.